കേണൽ ഡിന്നി, പ്രധാനമന്ത്രി ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടാണോ? ദേശത്തിൻ്റെ വികാരം മനസ്സിലാകാഞ്ഞിട്ടാണോ? ഇൻസൈറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ പാകിസ്ഥാൻ എന്ന് അനുമാനിച്ചാൽ അത് അട്രോഷ്യസ് എന്നാണ് സഖാവ് എം.എ. ബേബി പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, ഞാനത് കേട്ടു തുടങ്ങിയപ്പം, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പം അട്രോഷ്യസ്, അൺബിക്കമിങ് ഓഫ് എ റെസ്പോൺസിബിൾ കൺട്രി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് പാകിസ്ഥാനെ കുറിച്ചായിരിക്കും ആദ്യം പറഞ്ഞു വരുന്നത്. അതായത് അട്രോഷ്യസ് ആക്ട് ആണ് ടെററിസം, അൺബിക്കമിങ് ഓഫ് എ റെസ്പോൺസിബിൾ നേഷൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് അദ്ദേഹം പറയുന്നത്, അതായത് ഒരു ആക്ട് ഓഫ് ടെററിനെ ഒരു ആക്ട് ഓഫ് വാർ ആക്കി കാണുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നുന്നു. പക്ഷെ ഇത് നമ്മൾ എക്സ്പെക്റ്റഡ് കൂടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റ്സും ഇതിനു മുൻപും ഇതുപോലത്തെ ഉള്ള കുറച്ചൊരു, അതായത് സാമാന്യമായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നതിന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ രാജ്യം മൊത്തം ഒറ്റക്കെട്ടാണ്. ഇന്നിപ്പം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഒരു മാസമാവുകയാണ്, കറക്റ്റായിട്ട് ഒരു മാസമാവുകയാണ്. ആ ഒരു മാസവും അതിന് മുൻപായിട്ട് ഏപ്രിൽ 22 തൊട്ട് പെഹൽഗാം ആ ഭീകരവാദികൾ വന്ന് നമ്മളെ അകത്ത് വന്ന് 26 പേരെ വധിച്ചിട്ട് പോയപ്പോൾ തൊട്ട് രാജ്യമെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിട്ടുള്ളത്. അതായത് ഒരു 99% ആയിട്ടുള്ള ആളുകളും ഒറ്റക്കെട്ടായിട്ടാണ്. അങ്ങും ഇങ്ങൊക്കെ ചില സ്വരങ്ങളും അല്ലെങ്കിൽ ചില ഒപ്പീനിയൻസ് ഒക്കെ ആദ്യം ഒട്ടുമില്ലായിരുന്നു, പിന്നീട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നു തുടങ്ങുന്നു. ഇപ്പോഴും നമ്മൾ കണ്ടു, നമ്മുടെ ഈ മെമ്പർ ഓഫ് പാർലമെന്റ് ഒക്കെ പുറം രാജ്യങ്ങളിൽ പോയി, ഇൻക്ലൂഡിങ് ശ്രീ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ പോലും പുറത്തു പോയിട്ട് എങ്ങനെയാണ് ഭാരതത്തിന്റെ കാര്യങ്ങൾ പറയുകയും എങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇത് അദ്ദേഹത്തെ ശ്രീ എം.എ. ബേബിയെ പോലുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡറിന്റെ നിന്ന് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പറയുമ്പം അങ്ങ് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു എന്താ പറഞ്ഞ ഇന്ത്യയുടെ മറ്റ് ഭാഗത്തൊന്നും അതിനെ ഒന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ മെസ്സേജിങ്, അദ്ദേഹത്തിന്റെ ഓഡിയൻസ് കേരളത്തിലൊക്കെ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം മറ്റുള്ള പ്രദേശത്തൊന്നും ഇതിനെ എന്താ പറഞ്ഞ ഒരു ചെറിയ വില പോലും കൊടുക്കത്തില്ല. കാരണം അത്രമാത്രമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതായത് ഒരു അട്രോഷ്യസ് ആക്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ ടെററിസം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാറാണ്, അതിനൊക്കെ ഉള്ള വ്യവസ്ഥ ഉണ്ട്. എങ്ങനെയാണ് ഏത് ആക്ട് ഓഫ് ടെററാണ് വാർ ആക്കേണ്ടതും ഏത് ആക്ട് ഓഫ് ടെററാണ് വാർ അല്ലാത്തതും അതിനൊക്കെ നമ്മളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പ്രവർത്തിക്കാനുള്ള സൈന്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനെ ബേസ് ചെയ്ത് അത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് പോലും അദ്ദേഹത്തിനും അത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നു. കാരണം ഭാരതത്തിന്റെ ഉള്ളിൽ കാലാകാലങ്ങളിലായിട്ട് വന്ന് ഭീകരവാദികൾ വന്ന് നമ്മളെ മുറിവേൽപ്പിച്ച് നമ്മളെ ഉള്ളിലേക്ക് ധാരാളം പ്രശ്നങ്ങൾ ചെയ്യാനും നമ്മളെ ആളുകളെ വധിച്ചിട്ട് പോകുമ്പോൾ, മുംബൈ അറ്റാക്ക് പോലെ അല്ലാതെ ഡൽഹി, മുംബൈ, ചെന്നൈ ബ്ലാസ്റ്റുകൾ പോലെ നിരന്തരമായി നടക്കുന്നതിന് ഒരു ഡിറ്ററൻസ് അല്ലെങ്കിൽ ഒരു തടയൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ ആ രീതിയിലേക്ക് വെറും ഒരു മൃദു സമീപനമായിരിക്കത്തില്ല. അതിന് നമ്മൾ ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉണ്ട്, അതിന്റെ കാപ്പബിലിറ്റി ഉണ്ട് എന്നാണ് ആ മെസ്സേജ് കൊടുത്തത്. അത് തന്നെയല്ലേ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കാണിച്ചു കൊടുത്തത്. അതായത് ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ 12ഓളം എയർബേസും 9 ഭീകരവാദി കേന്ദ്രവും നമ്മൾ അതിനെ തകർക്കാമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അവർ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതുപോലൊരു മറുപടി അവർക്ക് കിട്ടും എന്നുള്ള ഒരു ഭയമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ അവർ ചെയ്യത്തുള്ളൂ. ഇത് മനസ്സിലാക്കാൻ ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ശ്രീ പ്രദീപ്. ഇത് വെറും എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണ്, പാകിസ്ഥാനിന് മനസ്സിലായ ഭാഷയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രം, പ്രത്യേകിച്ച് പ്രീണന രാഷ്ട്രീയം കൊണ്ട് മാത്രം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണിത്. അതിന് എനിക്ക് തോന്നുന്നു വലിയ രീതിയിലേക്കുള്ള ഒരു കാര്യമൊന്നും കേരളത്തിന് പുറത്ത് ഡിസ്കഷൻ സാധ്യതയില്ല. കേരളത്തിനുള്ളിൽ കുറച്ച് ഒരു കേരളത്തിന് പുറത്ത് ഈ പാർട്ടി ഉണ്ടെന്ന് അറിയാൻ വിക്കിപീഡിയ തപ്പണമല്ലോ. ഒന്ന്, അതെ, യാഥാർത്ഥ്യമാണ്. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് അത്ര വലിയൊരു സ്കോപ്പ് ഓഫ് ഡിസ്കഷൻ പുറത്തില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു അറ്റംപ്റ്റ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസക്തി, അതായത് ഒരു റെലവൻസ് വേണമല്ലോ. പക്ഷേ എം.എ. ബേബി ഇപ്പം ഈ ഒരു അപ്പോയിന്റ്മെന്റിലേക്ക് എത്തി. അപ്പൊ ആ റെലവൻസ് വരണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴാണല്ലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ശ്രീ എം.എ. ബേബിയെ നാം ചർച്ച ചെയ്യുന്നു.